എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജപ്പാനിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം ജപ്പാൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ വളരെ കൂടുതലാണ്, ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ജപ്പാൻ തിരഞ്ഞെടുക്കണം എന്നതിനെ പറ്റിയിട്ട്. കാരണം ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാനിലെ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് EJU. അതായത് എക്സാമിനേഷൻ ഫോർ ജാപ്പനീസ് യൂണിവേഴ്സിറ്റി ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. നമ്മൾ EJU എക്സാം എന്ന് പറയും. അപ്പോൾ ഈ EJU എക്സാമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം ജപ്പാനിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ജപ്പാനിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഓരോ യൂണിവേഴ്സിറ്റീസ് എടുക്കും, അവരുടെ സൈറ്റിൽ പോവും. അവരുടെ സൈറ്റിൽ പോയിട്ട് അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ നോക്കിയിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും സെപ്പറേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. മാത്രമല്ല ചില യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള എക്സാംസ് ഉണ്ടാവും, ഇൻ്റർവ്യൂസ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊപ്പോസലൊക്കെ സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ജപ്പാനിൽ അതൊക്കെ നമുക്കൊരു ഒരു സൊല്യൂഷൻ എന്നുള്ളത് പോലെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു പ്രോസസ്സ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജപ്പാനിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും എന്ന് ഞാൻ പറയില്ല, അതായത് ജപ്പാനിൽ 460ഓളം യൂണിവേഴ്സിറ്റീസിൽ, അതായത് 60% ഓഫ് ദ ടോട്ടൽ യൂണിവേഴ്സിറ്റിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് EJU, അതായത് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ജാപ്പനീസ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ. അപ്പോൾ ഈ എക്സാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഈ ഒരൊറ്റ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ എക്സാം ആക്സെപ്റ്റ് ചെയ്യുന്ന 60% യൂണിവേഴ്സിറ്റീസ് ജപ്പാനിലുണ്ട്. അപ്പോൾ എന്താണ് EJU എക്സാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഈ ജപ്പാനിലുള്ള ഒരു 60% യൂണിവേഴ്സിറ്റിയിലും ആപ്ലിക്കബിൾ ആവുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് EJU എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാർക്ക്, അതായത് ഇതിൽ കിട്ടുന്ന സ്കോറായിരിക്കും നിങ്ങൾക്ക് അവിടെ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുക. അതായത് ഓരോ യൂണിവേഴ്സിറ്റിയിലും സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യം ഇല്ല. അതായത് EJU സ്കോർ നല്ല സ്കോറാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സ്കോർ മതി എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം പറയാനുള്ളത്. പിന്നെ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഈ വീഡിയോ കാണുന്നവർ മാസ്റ്റേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സസിന്, അതായത് ബാച്ചിലർ കോഴ്സസിന് അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും, അതായത് 12th കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ടാവും, അതുപോലെ 11th-ലും 12th-ലും പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം കേൾക്കണം. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് പ്രൈമർലി ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിനാണ്, അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സസിനാണ്. അതായത് ഇപ്പം 11th-ലും 12th-ലും പഠിക്കുന്ന കുട്ടികൾ പാസ് ഔട്ടായി, സ്കൂളിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ആക്ച്വലി ഉള്ളത്. പക്ഷേ മാസ്റ്റേഴ്സിന് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിക്കാം. ചില യൂണിവേഴ്സിറ്റീസ് മാത്രം അതായത് മാസ്റ്റേഴ്സിന് സെപ്പറേറ്റ് വേറൊരു സെക്ഷൻ തന്നെയാണ്, അവർക്ക് ഈ ഒരു EJU എക്സാം അങ്ങനെ കണക്കാക്കാറില്ല. പക്ഷേ ചില കോളേജിൽ മാത്രം ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഈ EJU സ്കോർ ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം ഈ എക്സാം എഴുതുക. അല്ലാത്തവർ ഇനി കമോൺ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു EJU എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമിനേഷൻ അപ്പുറത്തേക്ക് ഒരു സ്കോളർഷിപ്പിലേക്കുള്ള, അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്കോളർഷിപ്പിലേക്കുള്ള ഒരു ഡോറ് കൂടിയാണ്. അതായത് ഈ ഒരു EJU എക്സാമിൽ ഹൈ സ്കോഴ്സ് വാങ്ങുന്ന കുട്ടികൾക്ക് ഒരു ജാസോ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഓരോ വിദ്യാർത്ഥികൾക്കും ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് 48,000 yen, അതായത് ഓരോ മാസവും ജപ്പാനിൽ പഠിക്കുന്ന ഓരോ മാസവും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. മാത്രമല്ല ഇത് നിങ്ങളുടെ പെർഫോമൻസ്, അതായത് മാർക്ക് കൂടുന്നതിനനുസരിച്ച് ഈ എമൗണ്ട് ഇനിയും കൂടാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഇനി ആരാണ് ഇത് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി ഈ എക്സാം 11th-ഉം 12th-ഉം സിലബസിൻ്റെ ബേസിലാണ്. അപ്പോൾ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഡിഗ്രി പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുക എന്നതാണെങ്കിലും നിങ്ങൾ 11th പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു എക്സാം ഒരു തവണ എഴുതണം.
കാരണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ പാറ്റേണും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്നത് നല്ലതാണല്ലോ. എന്നിട്ട് മാർക്ക് അഥവാ കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ 12th ഒന്നും കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെയിൻലി 11th സ്റ്റുഡൻസും 12th സ്റ്റുഡൻസും ഈ ഒരു എക്സാം നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ട് തന്നെ കണക്കാക്കുക. കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞ് വളരെ ഈസി ആയിട്ട് ജാപ്പനീസ് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടാനുള്ളൊരു വഴിയാണ്. പിന്നെ ഇത് എല്ലാ വർഷവും 2 തവണയാണ് എക്സാം നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു എക്സാമിനേഷനൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും വരുന്നുണ്ട്. ഇന്ത്യയിൽ വരുന്നത് 1300 രൂപയാണ്, 1300 റുപ്പീസാണ്. മാത്രമല്ല ഇത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക ഈ 2 തവണ നടക്കുമ്പോഴും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡിൻ്റെ ബിഗിനിങ് തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഒക്കെ ആരെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഈ ഒരു വീഡിയോ കുട്ടികളുടെ ആ ഒരു ഏറ്റവും ആദ്യം തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പീരീഡ് സ്റ്റാർട്ടായിട്ടല്ല, പക്ഷേ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ആയിട്ടുള്ള കാര്യമാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി 4 സബ്ജക്റ്റാണ് ഉണ്ടാവുക ഈ ഒരു EJU എക്സാമിൽ. ഈ ഒരു എക്സാമിൽ 4 സബ്ജക്റ്റുകളാണ്. ഈ ഒരു 4 സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജാപ്പനീസ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് കമ്പൽസറി ആണ്, എല്ലാവരും എഴുതണം. അപ്പോൾ നിങ്ങൾ 11th 12th സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് അത്യാവശ്യം ഒരു ബേസിക് ലെവൽ ഓഫ് ജാപ്പനീസ് നന്നായിട്ട് പഠിക്കുക. ഇതിൽ റീഡിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ റൈറ്റിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ലിസണിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ജാപ്പനീസ് ടെസ്റ്റ് ആയിരിക്കും, ഏറ്റവും ബേസിക് ലെവൽ ജാപ്പനീസ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് രണ്ട് ഡിവിഷൻ ഉണ്ട്, അതായത് മാത്തമാറ്റിക്സ് 1ഉം അതുപോലെ തന്നെ മാത്സ് 2ഉം. അപ്പോൾ ഈ മാത്സ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് കോഴ്സുകളിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് ഈ ഒരു മാത്സ് 1 ഉണ്ടാവുക. അത് കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, ഇനി സയൻസ് അല്ലെങ്കിൽ ബയോ സയൻസ്, ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് അങ്ങനെയൊക്കെയുള്ള ഫീൽഡിലോട്ട് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സ് 2 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അപ്പോൾ ഇതിൽ ഏതാ നോക്കിയിട്ട് നിങ്ങളത് ചൂസ് ചെയ്യണം ആപ്ലിക്കേഷൻ്റെ ടൈമിൽ. അപ്പോൾ മൂന്നാമത്തെ സബ്ജക്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ആണ്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഒരു 3 സബ്ജക്റ്റുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ബയോളജിയും മറ്റ് 2 സബ്ജക്റ്റിലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റും കൂടെ എടുത്തിട്ട് വേണം എക്സാം എഴുതാൻ. അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രി ആയിരിക്കും നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു സയൻസിൽ 3 എണ്ണം എല്ലാവരും എഴുതേണ്ട കാര്യമില്ല, 2 എണ്ണം എടുത്ത് എഴുതിയാൽ മതി. ഐ മീൻ ബയോളജിക്ക് പോകുന്നവരാണെങ്കിൽ ബയോളജി പ്ലസ് മറ്റ് 2 എണ്ണത്തിൽ ഒരു സബ്ജക്റ്റും, അതുപോലെ തന്നെ ബയോളജി ആവശ്യമില്ലാത്തവരാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി 4ാമത്തെ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ ആൻഡ് ദി വേൾഡ് ആണ്. ഇതിൽ മെയിൻലി ജോഗ്രഫി, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ എക്കണോമിക്സ് ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ് വരുന്നത് എക്സാമിൽ വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഹ്യൂമാനിറ്റീസ് ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിലോട്ടൊക്കെ പോകുന്നവർ ഈ ഒരു എക്സാമാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നടക്കുന്ന ജാപ്പനീസ് ടെസ്റ്റും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ടെസ്റ്റും കമ്പൽസറി ആണ് എല്ലാവർക്കും. ഓക്കെ, പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് സയൻസ് ഫീൽഡിൽ പോകുന്നവർ മാത്രം 3ാമത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള സയൻസ് ചൂസ് ചെയ്താൽ മതി, അവർക്ക് 4ാമത്തത് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ നമ്മളുടെ ഹ്യൂമാനിറ്റീസ് ബിസിനസ് ഫീൽഡിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സയൻസും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അവർ ഈ 4ാമത്തെ സബ്ജക്റ്റ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ പീരീഡ് എപ്പോഴാണ് വരുന്നതാണ്. അതായത് ജാനുവരി എൻഡിലൊക്കെ ആയിട്ടാണ് ഇനി അടുത്ത ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയമാവുക. അപ്പോൾ ഒരു ജാനുവരി എൻഡ് ആകുമ്പോൾ എല്ലാവരും കരുതിയിരിക്കുക. ഫെബ്രുവരി ജാനുവരി എൻഡൊക്കെ ആയിട്ടാണ് മെയിൻലി വരിക. 2 എക്സാം നടക്കുമെന്ന് പറഞ്ഞല്ലോ, ഒന്ന് ജൂണിലായിരിക്കും, ഒന്ന് നവംബറിലായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂസ് ചെയ്യുക. അറിവില്ലായ്മയുടെ പേരിൽ ഒരിക്കലും ഈ ഒരു എക്സാം എഴുതാതെ പോകരുത്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് +1 +2 പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പീറ്റ് ലൈഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും എഴുതാം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഈ സിലബസ് ഒക്കെ നല്ല അറിവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടി ഈസിയാവും. ജാപ്പനീസും കൂടെ നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുക, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.